മൂന്നാമത്തെ ഞാനാ, രണ്ടാൾ പോയില്ലേ, മൂന്നാമത്തെ ഞാനാ. എന്നിട്ട് അങ്ങനെ അതെന്റെ ശരിയില്ല, സീനിയറില്ല. അപ്പൊ അതെന്നോട് കാമിട്ട് എന്താ പറയുന്നത്? അപ്പൊ അത് ഞാൻ പറയാൻ കഴിഞ്ഞു, ഞാനൊന്ന് ജീവിതത്തിൽ തെറ്റിട്ടാ പോയി. രണ്ടാമത്തെ ആളെ പോയി, അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ രാജാവ് പോയി. കാമിട്ട് എന്താ പറയുന്നത്? എനിക്ക് പ്രഷർ, എനിക്ക് ഡയബറ്റീസ്, എല്ലാ വിഷയവും എന്നെ തന്ന് ദൈവം അനുഗ്രഹിച്ച് എന്നെ പരിഗണിക്കുന്നു. കാമിട്ടിന് അതൊന്നും ഇല്ല. മനുഷ്യമായ നിലയിൽ എനിക്ക് സീക്രട്ട് ആ പറഞ്ഞ വാക്ക് ഇങ്ങനെ പ്രാവർത്തികമാക്കിയല്ലോ ദൈവം. അങ്ങനെയാണ് അനുവദിച്ചത് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട്. ഞാൻ പറയാൻ വളരെ കാര്യങ്ങൾ ആലോചിച്ചെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ആലോചന പറയാൻ സാധിക്കും. എൻ്റെ ഒരു അനുജൻ എന്നുള്ള നിലയിലെ ഇവനിൽ നിന്ന് പഠിച്ചതല്ല, ഇവനെന്നെ ഓർമ്മപ്പെടുത്തിയ ഒരു പാഠം ഞാൻ പറയാം. ഞങ്ങൾക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മ ഞങ്ങളെ വളർത്തിയത് വളരെ ദൈവഭക്തിയും വളരെ ആ നിലയിലേക്ക് വരാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിയെങ്കിലും എന്തോ ഞങ്ങളുടെ കുറ്റം എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമയമായിരുന്നില്ല. രണ്ടുപേരും, അമ്മ പ്രത്യേകിച്ച് അമ്മയായിരുന്നു അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തത്. അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ 4 പേരും കർത്താവിൻ്റെ ജലത്തിൽ സാക്ഷീകരിച്ചില്ല. പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഉള്ള മരിക്കാതെ. അതിനുശേഷമാണ് ഞങ്ങൾ 4 പേരും ജലത്തിൽ കർത്താവ് സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്. അന്ന് അമ്മ ഞങ്ങളെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിരുന്ന ഒരു ശൈലിയുണ്ട്. എവിടെയെങ്കിലും പോവുക, സ്കൂളിലേക്കാണ് അങ്ങനെയാണ് പോവുക. ഡ്രസ്സൊക്കെ കഴിഞ്ഞാൽ ഒരു സ്ഥലം, പ്രത്യേക സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ